വസ്ത്രധാരണ രീതി കൊണ്ട് മതത്തെ തിരിച്ചറിയുന്നത് ഒരു പുരോഗമന ജനാധിപത്യ സംവിധാനത്തിന് ഭൂഷണമല്ലെന്ന് CPI സംസ്ഥാന സെക്രട്ടറി കാനം രാജേന്ദ്രൻ. ഹിന്ദു തീവ്രവാദത്തെ എതിർക്കുന്നത് മുസ്ലിം തീവ്രവാദത്തെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടാകരുതെന്നും കാനം രാജേന്ദ്രൻ പറഞ്ഞു. ഷെക്കൈന ന്യൂസിന്റെ പക്ഷം മറുപക്ഷം പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിക്കുകയാണ് കാനം രാജേന്ദ്രൻ ഇക്കാര്യം വ്യക്തമാക്കിയത്. വസ്ത്രത്തിന്റെ പേരിൽ വേർതിരിവുണ്ടാക്കുന്നത് പുരോഗമന ജനാധിപത്യ സംവിധാനത്തിന് യോജിച്ചതല്ലെന്ന് അദ്ദേഹം വ്യക്തമാക്കി. കൂടുതൽ ജനാധിപത്യവൽക്കരിക്കപ്പെടുന്ന ഒരു സമൂഹം മുന്നോട്ട് പോകുമ്പോൾ നമുക്കൊരാളിനെ നോക്കിയാൽ അയാളുടെ മതം അറിയാം എന്ന സാഹചര്യത്തിലാണ്. എല്ലാ വിഭാഗ ആളുകളുമുള്ള ഒരു രാജ്യമാണ് ഫ്രാൻസ്. അവരെ റെയിൻബോ കൾച്ചർ എന്നാണ് ഫ്രാൻസിനെ കുറിച്ച് പറയുന്നത്. അവിടെ അവർ പറഞ്ഞത് ഈ വസ്ത്രധാരണം വഴി ഒരാളിൻ്റെ മതം തിരിച്ചറിയാൻ കഴിയരുത് എന്നാണ് ഗവൺമെൻറ് പറഞ്ഞത്. അതിനെതിരെ വലിയ പ്രക്ഷോഭമൊക്കെ ഉണ്ടായി. പക്ഷേ വളരെ ശരിയായിട്ടുള്ളൊരു കാര്യമായിരുന്നു. ഞാനിപ്പം മുസ്ലിം രാജ്യങ്ങളിലെല്ലാം ഇങ്ങനെ വേണം എന്നൊന്നും ഒരിടത്തും ആരും പറയുന്നില്ല. ഇപ്പോൾ യൂറോപ്പിൻ്റെ അതിർത്തിയിലുള്ള ഒരു മുസ്ലിം രാജ്യമാണ് ടർക്കി. ടർക്കി പോയാൽ നിങ്ങൾക്ക് ഈ മുസ്ലിം വേഷവിധാനങ്ങളൊന്നും കാണാൻ പറ്റില്ല. അവരെല്ലാം യൂറോപ്യൻ ഡ്രസ്സ് ധരിച്ച് നടക്കുന്നവരാണ്. അവർ 3 നേരം മൂന്നോ നാലോ നേരം നിസ്കരിക്കുന്നവരുണ്ട്, പള്ളിയിൽ പോകുന്നവരുണ്ട്. പക്ഷേ അവരുടെ വേഷവിധാനം അതാണ്. മുസ്ലിം ലീഗിനെ ചേർക്കുന്ന കാര്യം LDF ആലോചിച്ചിട്ടില്ലെന്ന് കാനം രാജേന്ദ്രൻ പറഞ്ഞു. ഹിന്ദു തീവ്രവാദത്തെ എതിർക്കുന്നത് മുസ്ലിം തീവ്രവാദത്തെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടല്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി. മതനിരപേക്ഷ സങ്കല്പങ്ങൾക്ക് വെള്ളം ചേർക്കാൻ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഒരിക്കലും ആഗ്രഹിക്കില്ല. അപ്പോൾ ഹിന്ദു തീവ്രവാദത്തെ എതിർക്കുന്നത് മുസ്ലിം തീവ്രവാദം പ്രോത്സാഹിപ്പിച്ചുകൊണ്ടല്ല, അത് മതനിരപേക്ഷത ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ്. അതുകൊണ്ട് എല്ലാ വിഭാഗം ജനങ്ങളെയും ഉൾക്കൊള്ളുക എന്നതല്ലാതെ മറ്റേതെങ്കിലും ഒരു പ്രത്യേക വിഭാഗത്തിൻ്റെ രാഷ്ട്രീയ പാർട്ടിയോടൊപ്പം കൂടിച്ചേരുക എന്ന ഒരു സങ്കല്പം LDFനില്ല. ഞങ്ങളതിനെക്കുറിച്ച് ആലോചിച്ചിട്ടുമില്ല. പക്ഷം മറുപക്ഷം പരിപാടി ഞായറാഴ്ച രാത്രി 7:30 ഷെക്കൈന ടെലിവിഷൻ സംപ്രേഷണം ചെയ്യും. ന്യൂസ് ഡെസ്ക്, ഷെക്കൈന ന്യൂസ്.